ബിഗ് ബോസ് മലയാളം എവിഷൻ വിവരങ്ങൾ ചോർത്തിയ അക്കൗണ്ടുകൾക്കെതിരെ നിയമ നടപടിയുമായി ഏഷ്യാനെറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ എവിഷൻ പോലുള്ള പ്രധാന വിവരങ്ങൾ എപ്പിസോഡുകൾക്ക് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോർത്തുന്നവർക്കെതിരെ ഏഷ്യാനെറ്റ് നിയമ നടപടി ആരംഭിച്ചു. ഏഷ്യാനെറ്റിന്റെ പ്രധാന റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിലെ പ്രധാന വിവരങ്ങൾ, പ്രത്യേകിച്ച് എവിഷൻ ഘട്ടങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോർത്തുന്ന സംഭവങ്ങൾ ഏറെ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ചാനൽ അധികൃതർ കർശന നിയമ നടപടിയിലേക്ക് തുടക്കം കുറിക്കുന്നു. പ്രേക്ഷകരിൽ നിന്ന് വലിയ തോതിൽ ലഭിച്ച പരാതികളെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹോസ്റ്റ് മോഹൻലാൽ തന്നെ ഇത്തരം അനധികൃത പ്രവൃത്തികൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെ ചില അക്കൗണ്ടുകൾക്ക് ലീഗൽ നോട്ടീസുകളും അയച്ചിട്ടുണ്ട്. ഇതിനാൽ കുറച്ച് പ്ലാറ്റ്ഫോമുകൾ പിൻവാങ്ങിയെങ്കിലും ബിഗ് ബോസ് മലയാളം 7, ഫെയിം കോണ്ടന്റ് അടക്കമുള്ള ഏകദേശം 25ഓളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും ഇത്തരം നിയമലംഘനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർശന നടപടി. ഇത്തരം ചോർച്ചകൾ പരിപാടിയുടെ രസവും ദൃശ്യാവേശവും തകർക്കുന്നതാണ്, ഉള്ളടക്കത്തിന്റെ മൂല്യത്തെ ബാധിക്കുന്നതും പ്രൊഡക്ഷൻ ടീമിന്റെ പരിശ്രമത്തെ അപമാനിക്കുന്നതുമാണ് ഈ പ്രവൃത്തികൾ. അതിന് ഇത്തരം സ്വതന്ത്ര അക്കൗണ്ടുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഏഷ്യാനെറ്റ് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.